ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൊല്യൂഷൻസ് കോപ്പറേറ്റീവ്സിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ KCS ആക്ട് സഹകരണ നിയമത്തിലെ ഒന്നാമത്തെ അധ്യായമാണ്. ചാപ്റ്റർ 1 അല്ലെ, ഒന്നാമത്തെ അധ്യായം. ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ 16 ചാപ്റ്ററുകൾ നമ്മുടെ സഹകരണ നിയമം, ദാറ്റ് മീൻസ് KCS ആക്ടിൽ നിന്ന് എത്ര ചാപ്റ്ററുകളുണ്ട് അല്ലെ എത്ര അധ്യായമുണ്ട് എന്ന് ചോദിച്ചാൽ 16 അധ്യായങ്ങളുണ്ട്. എവിടെ? സഹകരണ വകുപ്പ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ് നിയമത്തിൽ നിന്ന് അല്ലെ. വകുപ്പും ചട്ടവും എന്ന് പഠിക്കാറുണ്ട്. റൂളാണ് ചട്ടം. ഇപ്പൊ ചട്ടത്തിനാണെങ്കിൽ 15 ഉള്ളൂ, 15 ചാപ്റ്റർ പഠിച്ചാൽ മതി. എന്നാൽ എന്താണ് നമ്മുടെ നിയമവും ചട്ടവും നല്ല പഠിക്കുക. നിയമത്തിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, 16 ചാപ്റ്ററുകളുണ്ട്. 16 ചാപ്റ്ററുകളുണ്ട്. അപ്പൊ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഓരോ അധ്യായങ്ങളും ഞാനിവിടെ ഓരോന്നും ഒന്നും സ്കിപ്പ് അടിക്കില്ല, എല്ലാം വളരെ വിശദമായിട്ട് തന്നെ പഠിപ്പിച്ച് തീർക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. പ്രോപ്പറായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഡൗട്ട്സുകളൊക്കെ വരണം. നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ട്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഡൗട്ട്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദിക്കണം. ഡൗട്ട്സുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മുടെ ചാപ്റ്റർ 1 KCS ആക്ട് ചാപ്റ്റർ 1 എന്ന് പറയുന്നത് പ്രിലിമിനറി എന്ന് പറയും കേട്ടോ. എന്നാണ് ചാപ്റ്റർ 1 പറഞ്ഞത്? പ്രിലിമിനറി. അപ്പൊ എന്താണ് പ്രിലിമിനറി എന്ന് ചോദിച്ചാൽ പ്രാരംഭം. മലയാളത്തിൽ എന്ന് പറയുന്നത് മക്കളെ പ്രാരംഭം എന്ന് പറയും. തുടക്കം അല്ലെങ്കിൽ എന്താണ് പ്രാരംഭം എന്ന് പറയും. അത് ജസ്റ്റ് നോർത്ത് വെച്ചു കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം പ്രാരംഭം എന്നാണ്. അത് കാണാതെ പഠിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ എല്ലാം വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ചു വേണം നമുക്ക് മുൻപോട്ട്. അപ്പൊ പ്രാരംഭം, അതാണ് ചാപ്റ്റർ 1 പ്രിലിമിനറിയാണ്. നമ്മൾ ചാപ്റ്റർ 1 2 വകുപ്പുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് ടോട്ടൽ എത്ര സെക്ഷനുകളുണ്ട് അല്ലെ എത്ര വകുപ്പുകളുണ്ടെന്ന് ചോദിച്ചാൽ 110 സെക്ഷനും 201 റൂളുകളും അല്ലേ നമുക്കുള്ളത്. 110 വകുപ്പുകളും 201 ചട്ടങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ, 16 ചാപ്റ്ററിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താണ്? പ്രിലിമിനറി, പ്രാരംഭം. അതിന് നമ്മൾ 2 വകുപ്പുകളെ കുറിച്ചാണ് പഠിക്കുക. എത്ര വകുപ്പാന്ന് വെച്ചാൽ 2 വകുപ്പുകൾ, സെക്ഷൻ 1 സെക്ഷൻ 2 നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സെക്ഷൻ 1 സെക്ഷൻ 2 ഞാൻ പറഞ്ഞു. നമുക്ക് 110 വകുപ്പുകൾ, അത് 16 ചാപ്റ്ററുകളായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തേക്കാണ്. എല്ലാ ചാപ്റ്ററിലും ഈക്വൽ ആയിട്ടല്ല. ചില ചാപ്റ്ററുകളിൽ വകുപ്പുകളുടെ എണ്ണം കൂടുതലും ചില ചാപ്റ്ററുകളിൽ വകുപ്പുകളുടെ എണ്ണം കുറവുമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ സെക്ഷൻ 1 പോകാം. ഓക്കെ, നമ്മുടെ വകുപ്പ് 1 അല്ലെങ്കിൽ സെക്ഷൻ 1 പോകാം. അപ്പൊ ഈ സെക്ഷൻ 1 പറയുന്നത് 3 കാര്യങ്ങളാണ്. എത്ര കാര്യങ്ങളാണ്? 3 കാര്യം. സെക്ഷൻ 1 പറയുന്നത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഷോർട്ട് ടൈറ്റില്, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. നമ്മുടെ 110 സെക്ഷനിലെ ഒന്നാമത്തെ വകുപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ സെക്ഷനിൽ 3 കാര്യങ്ങൾ പറയുന്നു. ഷോർട്ട് ടൈറ്റില്, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. അപ്പൊ ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ചുരുക്കം, ടൈറ്റിൽ പേര്, ദാറ്റ് മീൻസ് ചുരുക്കപ്പേര്. ഈ നിയമത്തിന്റെ ചുരുക്കപ്പേരെന്താണ്? ഈ നിയമത്തിന്റെ വ്യാപ്തി, എക്സ്റ്റൻഷൻ അല്ലെ വ്യാപ്തി എവിടെ വരെയാണ്? ഇത് എന്നാണ് ആരംഭിച്ചത്? ആരംഭം. ഇപ്പൊ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റൻഡ്, കമൻസ്മെന്റ്. ചുരുക്കപ്പേര്, വ്യാപ്തി, ആരംഭം. 3 കാര്യങ്ങളാ. ആ 3 കാര്യങ്ങളാണ് സബ്സെക്ഷനിൽ പറയുന്നത്. നോക്കിയേ, അവിടെ സബ്സെക്ഷൻ 1 പറയുന്നു എന്താണ്? ദിസ് ആക്ട് മേ ബി കോൾഡ് അല്ലെ. ദിസ് ആക്ട് മേ ബി കോൾഡ്, അതായത് ഇതിന്റെ ചുരുക്കപ്പേര് എന്താണ്? ഇതിൽ എന്താണ് നമ്മൾ വിളിക്കുക? ഈ നിയമത്തിൽ നമ്മൾ എന്താ വിളിക്കുക? ദിസ് ആക്ട് മേ ബി കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇപ്പൊ നമ്മൾ ഈ നിയമത്തെ വിളിക്കുന്നത് എന്താണ് മക്കളെ? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. എന്താണ്? KCS ആക്ട് അല്ലെ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എല്ലാവർക്കും അറിയാം. ഈ നിയമത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അപ്പൊ 1969 കേരള സഹകരണ സംഘം നിയമം എന്ന് ഈ നിയമത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ നിയമം അറിയപ്പെടുന്നതാ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണല്ലേ? ഒന്നാമത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാണ്. ഒന്നാമത്തെ സബ്സെക്ഷൻ ഓക്കെയാണ്. ഒന്നാമത്തെ സബ്സെക്ഷൻ ദിസ് ആക്ട് മേ ബി കോൾഡ് ദ KCS ആക്ട് 1969 ഓക്കെ ആണല്ലേ? അടുത്തത് നമ്മൾ പഠിക്കുകയാണ്, ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ. ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ. വാലിഡിറ്റി അല്ലെങ്കിൽ ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ് കേരള സംസ്ഥാനം ഫുൾ. അതായത് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇന്ന് ഏതെങ്കിലും ഒരു സഹകരണ സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ നിയമത്തിന് അണ്ടറിൽ വെച്ചാണ്.
അല്ലെ? അതിലർത്ഥമൊക്കെ കേരള സംസ്ഥാനം ഫുൾ ഇതിന് വ്യാപ്തിയുണ്ട്. ഇന്ന് നമുക്ക് കേരളത്തിൽ ഒരു സംഘം രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിയമം എന്ത് ചെയ്തിരിക്കണം? നമ്മൾ അനുശാസിച്ചിരിക്കണം. അതാണ് ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഓർത്ത് വെക്കണോടാ കേട്ടോ. എന്താ അർത്ഥമാക്കുക? ഇതിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞത് കേരള സംസ്ഥാനം ഫുള്ളുണ്ട്. ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, കേരളം ഫുള്ളുണ്ട് ഇതിന്റെ വ്യാപ്തി കേട്ടോ. അടുത്ത മൂന്നാമത്തെയാണ്. ഇപ്പൊ ഈ നമുക്ക് KCS ആക്ടിന് ചുരുക്കപ്പേര് അറിയാം, ഇതിന്റെ എക്സ്റ്റൻഷൻ അറിയാം, കേരള സംസ്ഥാനം ഫുള്ളുണ്ട്, പുറത്തേക്കില്ല. എന്നാൽ നമ്മൾ ഇവിടെ ഒറ്റ പോയിന്റ് പഠിക്കുക. ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യമാണ് അതിന്റെ സബ്സെക്ഷൻ അല്ലെങ്കിൽ ഉപവകുപ്പ് 3 പറയുന്നത്. എന്താണ് ഉപവകുപ്പ് 3 പറയുന്നത്? ഇറ്റ് ഷാൾ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് ഡേറ്റ് ആസ് ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് എന്നാ പറയുക, ഗസറ്റ് അപ്പോയിന്റ്. അതായത് ഗസറ്റ് വിജ്ഞാപനം മൂലം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന തീയതിക്ക് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതാണ്. നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. 15/5/1969 മാത്രം അങ്ങ് പഠിക്കും. ഇതാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ ചോദ്യം നിയമത്തിന്റെ തുടക്കം, ആരംഭം എന്നാന്ന് ചോദിച്ചാൽ 15/5/1969. അതിനുശേഷം ഒരുപാട് ഭേദഗതികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നത് 12/5, ഗസറ്റിൽ വന്നത് 12/5/1969. നിങ്ങൾക്ക് അതൊന്നും വേണ്ട. ഞാൻ ഒറ്റ പോയിന്റ് ആണ് പറയുന്നുള്ളൂ. 15/5/1969 മാത്രം മക്കളെ നിങ്ങൾ പഠിക്കുക. എന്താ പഠിക്കണ്ടേ? 15/5/1969 മാത്രമേ പഠിക്കാവുള്ളൂ. വേറെ ഒന്നും പഠിക്കണ്ട. ഇപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചില്ലേ? ആക്ടിന് ചുരുക്കപ്പേരെന്താ? KCS ആക്ട് 1969. ഇതിന്റെ വ്യാപ്തി, കേരള സംസ്ഥാനം ഫുൾ ഇതിന് വ്യാപ്തിയുണ്ട്. എന്നാണ് ഇത് ആരംഭിച്ചത്? 15/5/1969, 15th May 1969. പഠിച്ചാൽ മതിയിടാ. ഇത് മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാം. 110 സെക്ഷനിലെ സെക്ഷൻ 1 വളരെ സിമ്പിൾ ആണ്. സെക്ഷൻ 2 നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. സെക്ഷൻ 3 മുതൽ കാര്യങ്ങൾ എളുപ്പമാണ്. സെക്ഷൻ 3 മുതൽ കാര്യങ്ങൾ നമുക്ക് വളരെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. പക്ഷെ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം പിന്നെ ഇതിന്റെ ചരിത്രവും നമുക്ക് അത്ര സുഖകരമല്ല. നമുക്കവിടെ കണക്ഷൻ ഒന്നും ഇല്ലടും അല്ലെ? അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്ഷൻ 2 ഇൻ ചാപ്റ്റർ 1. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ 2 വകുപ്പുകളുണ്ട്. വകുപ്പ് 1 ഉണ്ട്, വകുപ്പ് 2 ഉണ്ട്. വകുപ്പ് എന്ന് പറഞ്ഞാൽ സെക്ഷനാണ് കേട്ടോ. സെക്ഷന്റെ മലയാളമാണ് വകുപ്പ്. അപ്പൊ 1 അങ്ങ് പഠിച്ചു കഴിഞ്ഞു. ഇതിന് ആരോട് എപ്പോ ചോദിച്ചാലും അറിയാം. അതിൻ്റെ അകത്ത് പഠിക്കേണ്ടത് ഷോർട്ട് ടൈറ്റിൽ KCS ആക്ട് അല്ലെ, എക്സ്റ്റൻഷൻ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, കമൻസ്മെന്റ് 15/5/1969 പഠിച്ചില്ലേ? എടാ ശ്രദ്ധിച്ചേ എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ, പഠിച്ചില്ലേ? പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കണേ. ചോദ്യങ്ങൾ വരുന്നുണ്ടേ കേട്ടോ. ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് സെക്ഷൻ 2. ദാറ്റ് മീൻസ് ഡെഫിനേഷൻസ് ആണ് അല്ലെ? ഡെഫിനേഷൻസ് ഈ നിയമപ്രകാരം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഡെഫിനേഷൻ, നിർവചനങ്ങൾ. എന്താണ് മക്കളെ? ആ നിർവചനങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നിർവചനങ്ങൾ, അതാണ് ഡെഫിനേഷൻസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. നോക്കാം, ഡെഫിനേഷൻസ് ആണ്. അപ്പൊ സെക്ഷൻ 2 ഡെഫിനേഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ അല്ലെ, 2A അങ്ങനെ പഠിക്കാം. സെക്ഷൻ 2A. അപ്പൊ ഇവിടെ പറയുന്നത് ഇൻ ദിസ് ആക്ട് അൺലെസ് ദ കണ്ടക്സ്റ്റ് അതർവൈസ് റിക്വയർസ്, ഈ നിയമത്തിൽ സന്ദർഭത്തിന് മറ്റു വിധത്തിൽ ആവശ്യമില്ലാത്ത പക്ഷം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. ഓക്കെ, എല്ലാം ഒന്നും പഠിക്കാൻ പോട്ടെ, പറയുന്നത് മാത്രം പഠിക്കുക. സോ സെക്ഷൻ 2A, A ഫോർ അപ്പെക്സ് അല്ലെ, A ഫോർ അപ്പെക്സ് സൊസൈറ്റി. അപ്പൊ സെക്ഷൻ 2A പറയുകയാണ് അപ്പെക്സ് സംഘം, അതായത് KCS ആക്ട് പ്രകാരം എന്താണ് അപ്പെക്സ് സൊസൈറ്റി. അങ്ങനെ അർത്ഥം വെക്കുക. KCS ആക്ട് പ്രകാരം എന്താണ് അപ്പെക്സ് സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. KCS ആക്ട് പ്രകാരം എന്താണ് അപ്പെക്സ് സൊസൈറ്റി. സോ ഹിയർ വി ഡിസ്കസ് അപ്പെക്സ് സൊസൈറ്റി മീൻസ് a society. Apex society means a society how the whole of the state as its area of operation. അപ്പം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് 1-2 കാര്യങ്ങൾ മാർക്ക് ചെയ്ത് ഇവിടെ. ഒന്ന് ഇത് നോക്കുക. ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, അത് അവിടെ നിൽക്കട്ടെ. ആൻഡ് ഹാവിംഗ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്ട്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഈ പറഞ്ഞത്. അതായത് പറയുകയാണ് അപ്പെക്സ് സംഘം എന്നാൽ ഒരു സംഘമാണ് അല്ലെ. അപ്പെക്സ് സംഘം എന്ന് പറയുന്നതാണ്, അതൊരു സംഘമാണ് കേട്ടോ. അപ്പെക്സ് സംഘം എന്ന് പറഞ്ഞാൽ ഒരു സംഘമാണ്. ഹൗ ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തന പരിധിയുള്ള സംഘം. ഒന്നാമത്തെ കാര്യമാണ് സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തന പരിധിയുള്ള സംഘം. ആൻഡ് അല്ലെ പറയുകയാണ് ഹാവിംഗ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്
ഓൺലി അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്ട്. അതായത് ഒരേ ലക്ഷ്യമുള്ള മറ്റ് സംഘങ്ങളായിരിക്കും അപ്പെക്സ് സംഘത്തിലെ മെമ്പേഴ്സ്. എന്താ ഞാൻ പറഞ്ഞത്? ഒന്നാമത് ഞാൻ പറഞ്ഞു അപ്പെക്സ് സംഘം എന്നാൽ സംസ്ഥാന ഒട്ടാകെ പ്രവർത്തന പരിധിയുള്ള സംഘം. അതാണ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തു. 2, ഹാവിംഗ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റി വിത്ത് സിമിലർ ഒബ്ജക്ട്. ഒരേ ലക്ഷ്യമുള്ള ഒരേ ഒബ്ജക്റ്റ് ഉള്ള മറ്റ് സംഘങ്ങളായിരിക്കും അപ്പെക്സ് സംഘത്തിലെ മെമ്പേഴ്സ്. അതും അവിടെ കഴിഞ്ഞു. 2 പോയിന്റ് നിങ്ങൾ പഠിച്ചു, ഞാനും പഠിച്ചു, നിങ്ങളും പഠിച്ചു. 3, ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ എന്നാ പറയുക അല്ലെ. അതായത് ഒരു സംഘം അപ്പെക്സ് ആണെന്ന് ആരാണ് പ്രഖ്യാപിക്കേണ്ടത്? അതിലർത്ഥം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ പ്രഖ്യാപനമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്? ആൻഡ് ഡിക്ലെയർഡ് ആ സച്ച് ബൈ ദ രജിസ്ട്രാർ. അതാണ് ഇവിടുത്തെ മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ ഞാൻ ഇവിടെ 3 പോയിന്റ്സുകൾ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ സെക്ഷൻ 2A ഫോർ അപ്പെക്സ് പഠിച്ചു. സെക്ഷൻ 2A അപ്പെക്സ് സംഘത്തിനെ കുറിച്ച് നിർവചിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഒരു സംഘം അപ്പെക്സ് ആകണമെങ്കിൽ അത് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏത്? സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തന പരിധി ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. കണ്ടീഷൻ നമ്പർ 2, ഹാവിംഗ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റി വിത്ത് സിമിലർ ഒബ്ജക്ട്. ഒരേ ലക്ഷ്യമുള്ള മറ്റ് സംഘങ്ങളായിരിക്കണം അംഗങ്ങൾ. ഉദാഹരണം KS കാർഡ് ബാങ്ക് അപ്പെക്സ് സംഘമാണ്. KS കാർഡ് ബാങ്കിലെ അംഗങ്ങളായിട്ട് വരുന്നവരാണ് P കാർഡ് ബാങ്ക്. ഇപ്പൊ KS കാർഡ് അപ്പെക്സ് ഒരേ സ്വഭാവമുള്ള മറ്റ് P കാർഡ് ബാങ്കുകളായിരിക്കും അവിടെ മെമ്പറായിട്ട് വരും. ഇവിടെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അല്ലെ. ഹാവിംഗ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റി വിത്ത് സിമിലർ ഒബ്ജക്ട്. ഒരേ ലക്ഷ്യമുള്ള മറ്റ് സംഘങ്ങളായിരിക്കും അംഗങ്ങൾ. ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ. ഒരു സംഘം അപ്പെക്സ് സംഘമാണെന്ന് പ്രഖ്യാപിക്കേണ്ടത് ആരാ? രജിസ്ട്രാറാ. ക്ലിയർ? പഠിച്ചല്ലോ. ഇനി നമ്മൾ വീണ്ടും നോക്കേണ്ട കാര്യമില്ലല്ലോ. A ഫോർ അപ്പെക്സ് പഠിച്ചു. 3 കണ്ടീഷൻ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് A. എന്താണ്? അസിസ്റ്റഡ് സൊസൈറ്റി. A ഫോർ അപ്പെക്സ് ആണ്, ഓർക്കണേ. A ഫോർ അപ്പെക്സ് ആൻഡ് AA അല്ലേ. AA ഫോർ അസിസ്റ്റഡ് സൊസൈറ്റി പഠിച്ചേക്കാം. എടാ ശ്രദ്ധിച്ച എല്ലാവരും, ശ്രദ്ധ മാറിപ്പോകുന്നുണ്ട് നിങ്ങളുടെ, എനിക്കറിയാം. ഇവിടെ ശ്രദ്ധിച്ചാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല അല്ലേ. എനിക്കറിയാം, പഠിപ്പിക്കുന്ന എനിക്കും പഠിക്കുന്ന നിങ്ങൾക്കും അറിയാം അത്ര സുഖമുള്ള കാര്യം, പക്ഷെ പഠിച്ചേ പറ്റൂ കേട്ടോ. അടുത്താണ് അസിസ്റ്റഡ് സൊസൈറ്റി. എന്താണ് അസിസ്റ്റഡ് സൊസൈറ്റി? പഠിക്കാം. മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അസിസ്റ്റഡ് സംഘം എന്ന് പറഞ്ഞാൽ ഒരു സംഘമാണ്, ഒരു സഹകരണ സംഘമാണ്. വിച്ച് ഹാസ് റിസീവ്ഡ് ദ ഗവൺമെന്റ് അസിസ്റ്റൻസ്. അതായത് ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്ന സംഘങ്ങൾ. ഏതൊക്കെ രീതിയിൽ? ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ രീതിയിലും, അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ലോൺ സ്വീകരിച്ചിട്ടുള്ള സംഘങ്ങൾ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഓർ എനി അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഗ്രാൻഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായമോ ആരിൽ നിന്ന്, ഓർ എനി ഗ്യാരണ്ടി ബൈ ദ ഗവൺമെന്റിൽ നിന്നോ. പിന്നെ പറയണം ഓർ ഫ്രം ബോർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റിൽ നിന്നോ, ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോർഡിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ സ്വീകരിക്കുന്ന സംഘങ്ങൾ. അതായത് പിന്നെ പറയുന്നുണ്ട് ഫോർ റീപേയ്മെന്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് ഓർ ഡെപ്പോസിറ്റ്. അപ്പൊ ഇവിടെ നോക്കാം. ഒന്നുകൂടെ വളരെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, സർക്കാരിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും ഓഹരി മൂലധനം, വായ്പ എന്ന് പറയാൻ ലോണാണ്, ഓഹരി മൂലധനം, വായ്പ, ഗ്രാന്റ്, ഇനി പറയണ എന്താണ്? അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇതര സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഇതര ധനസഹായം. പിന്നെ പറയാണ് സർക്കാർ ഗ്യാരണ്ടി എന്നിവ ലഭിച്ചിട്ടുള്ളതോ അഥവാ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ രൂപം നൽകിയിട്ടുള്ള ബോർഡുകളിൽ നിന്നോ വായ്പാ തിരിച്ചടവിലേക്കോ പലിശയിലേക്കോ നിക്ഷേപത്തിലേക്കോ ധനസഹായം ലഭിച്ചിട്ടുള്ള സഹകരണ സംഘം എന്ന് അർത്ഥമാക്കുന്നത്. ഗവൺമെന്റിൽ നിന്ന് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും സഹായം കിട്ടിയ സംഘങ്ങൾ. അത് ഏതൊക്കെ രീതി എന്നാണ് പറയുക? ഒന്ന്, ഗവൺമെന്റിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ അസിസ്റ്റൻസ്. അതായത് ഗവൺമെന്റ് ഒരു സംഘത്തിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ എടുത്താലോ, അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് സംഘം ലോൺ എടുത്താലോ, ഗവൺമെന്റ് ഗ്രാന്റ് നൽകിയാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായം ഗവൺമെന്റിൽ നിന്ന് കിട്ടിയാലോ, അല്ലെങ്കിൽ ഓർ എനി ഗ്യാരണ്ടി ബൈ ദ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ട ബോർഡിൽ നിന്നോ എന്തെങ്കിലും ഗ്യാരണ്ടി കിട്ടിയാലോ. അതായത് ഇപ്പൊ ഒരു സംഘം ലോൺ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ആ ലോണിന് എന്താണ്? ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കുകയാണ്. ലോണിനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റിനോ ഒക്കെ ഗവൺമെന്റ് രൂപം നൽകിയ ബോർഡുകളോ ഗ്യാരണ്ടി നിൽക്കുകയാണ്. അതായത് നാളെ ഈ ഒരു സംഘം പോയി, ഇപ്പൊ സൊസൈറ്റി പോയി ലോൺ എടുക്കുന്നു. അപ്പൊ അതിന് ഗ്യാരണ്ടി ഗവൺമെന്റ് നിൽക്കുകയാണ്. എന്താണ്? നാളെ ഈ സംഘം അടച്ചില്ലേ, ഞങ്ങൾ അടച്ചോളാം.
അല്ലെങ്കിൽ പലിശ ഞങ്ങൾ അടച്ചോളാം. ഇനി പറയുന്നത് നിക്ഷേപകരോട് പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ എന്താണ് നിങ്ങളുടെ നിക്ഷേപത്തിന് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. അതായത് നാളെ സംഘം നിങ്ങൾക്ക് തിരിച്ച് എന്താണ് നിക്ഷേപം തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങളെ തന്നോളാം എന്ന് പറയുന്ന ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. അത് അർത്ഥമാക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഇത്ര സിമ്പിളായിട്ട് പഠിച്ചു ഗവൺമെന്റിൽ നിന്ന് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും സഹായം സ്വീകരിക്കുന്ന സംഘങ്ങളെയാണ് അസിസ്റ്റഡ് സംഘങ്ങൾ എന്ന് പറയുക. ഷെയർ ക്യാപിറ്റലായിട്ടോ ലോണായിട്ടോ ഗ്രാൻഡ് ആയിട്ടോ മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് രൂപീകരിച്ച ബോർഡുകളോ നമുക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുന്നു. നമ്മൾ ലോൺ എടുക്കുമ്പോഴോ അല്ലെ അതിന്റെ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റിനോ ഒരു ലോൺ എടുക്കുന്നു, ആ ലോൺ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ഞങ്ങൾ അടച്ചുകൊള്ളാം, അല്ലെ എന്റെ പലിശ അവരടച്ചില്ല ഞങ്ങൾ അടച്ചുകൊള്ളാം. നിക്ഷേപകരോട് പറയാണ്, നാളെ ബാങ്ക് നിങ്ങൾക്ക് നിക്ഷേപം തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നുകൊള്ളാം. ഗ്യാരണ്ടി, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അക്കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുക. അപ്പൊ അതാണ് അസിസ്റ്റഡ് സംഘം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സഹായം സ്വീകരിക്കുന്ന സംഘങ്ങൾ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പം നിങ്ങളോട് ചോദിക്കുക വാട്ട് ഈസ് അസിസ്റ്റഡ് സൊസൈറ്റി എന്നല്ല, അസിസ്റ്റഡ് സൊസൈറ്റിനെ കുറിച്ച് നിർവചിക്കുന്നത് എവിടെ? സെക്ഷൻ 2AA പഠിച്ചു, കുഴപ്പമില്ല, മനസ്സിലായി. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. അടുത്തത് ഇങ്ങനെ കാണുമ്പോൾ വളരെ വലിയ ഒരു സംഭവമായിട്ട് തോന്നാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് AB ആണ് അല്ലെ. AB ഫോർ എന്തായിരിക്കും? AB ഫോർ ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സഹകരണ സംഘങ്ങളുടെ കണക്കുകളുടെ ഓഡിറ്റ് ആണ്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് കണക്കുകൾ ആരുടെ? സഹകരണ സംഘങ്ങളുടെ കണക്കിന്റെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു പാരാഗ്രാഫ് കൊണ്ട് അർത്ഥവത്താക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇത് വളരെ നമ്മൾ സിനിമയ്ക്ക് പറഞ്ഞ വളരെ വലിയൊരു സംഭവമാണിത് അല്ലെ. വിജൃംഭിച്ച് കിടക്കുക എന്നൊക്കെ നമ്മുടെ ജഗദീഷ് പറയുന്നത് പോലെ ഇതൊരു വലിയ സംഭവം. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫിലൊന്നും നമുക്ക് തീരൂല. ഓക്കെ, കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരുപാട് പ്രവർത്തികൾ വരുന്ന ഒരു സംഭവമാണ് ഓഡിറ്റിംഗ് എന്ന് പറയാം. അപ്പൊ ഇവരെങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലെ. ഇവരെങ്ങനെയാണ് നമ്മുടെ സഹകരണ നിയമം എങ്ങനെയാണ് നിർവചിക്കുക? അപ്പൊ നിങ്ങൾ എന്തായിരുന്നു അപ്പെക്സ് സൊസൈറ്റി, എന്തായിരുന്നു അസിസ്റ്റഡ് സൊസൈറ്റി ആണേ. അടുത്ത AB എന്താണ്? ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റിംഗ് ആണ്. ഇവിടെ പറയുകയാണ് എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് അർത്ഥമാക്കുന്നത് നോക്കിയേ, എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആദ്യം പറയുന്നത് എന്താണ്? എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ അതായത് സാമ്പത്തിക ഇടപാടുകളുടെ ഒരു ക്ലോസ് എക്സാമിനേഷൻ അല്ലെ. സാമ്പത്തിക ഇടപാടുകളുടെ എന്താ പറയുക, ഒരു പരിശോധന, ഒരു നിശിതമായ പരിശോധന എന്ന് പറയും. ഒരു സാമ്പത്തിക ഇടപാടുകളുടെ ക്ലോസ് എക്സാമിനേഷൻ. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഓവർ ഡ്യൂ ഡെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെ, ഓവർ ഡ്യൂ ഡെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഉൾപ്പെടും, അതിന്റെ പരിശോധന ഉൾപ്പെടും. പിന്നെ അവർ പരിശോധിക്കും മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും ബുക്സുകളും ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെ. ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഡോക്യുമെന്റ്സുകളും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റ് റെക്കോർഡ്സുകളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ, എഴുതി നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. അതോടൊപ്പം തന്നെ എന്താണ്, കഴിഞ്ഞിട്ടില്ല ഈ പണി തീർത്തതിനു ശേഷം എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇവർ ഓഡിറ്റർ ആണെങ്കിൽ ഓഡിറ്റിംഗ് എന്ന പ്രക്രിയ ഞാൻ പറഞ്ഞു സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം പരിശോധിക്കണം. സംഘത്തിന് എന്തെങ്കിലും കുടിശ്ശികയുണ്ടെങ്കിൽ അത് നോക്കണം. കുടിശ്ശികകളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി സെറ്റ് ചെയ്യണം. പിന്നെ ബുക്സുകളും അക്കൗണ്ട്സുകളും ഡോക്യുമെന്റ്സുകളും ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ പരിശോധിക്കണം. പിന്നെ ഈ ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ആൻഡ് ഇൻക്ലൂഡ്സ് ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ അഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. സംഘത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് സംഘത്തിന്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുണ്ട്, അനുബന്ധ സ്ഥാപനങ്ങൾ. അപ്പൊ ഈ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കൊക്കെ പരിശോധന നടത്തണം. എന്താ പരിശോധിക്കുന്നത്? ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ് അല്ലെ. അക്കൗണ്ട്സുകളൊക്കെ കറക്റ്റ് ആയിട്ടാണോ സംഘവും സംഘത്തിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഒരു സംഘം നമ്മൾ പഠിക്കും കേട്ടോ, പറയുന്നത് മാത്രമല്ല പഠിക്കും. ഒരു സംഘം രൂപീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സംഘത്തിലെ അംഗങ്ങളുടെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയാണ്, സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയാണ്. അപ്പൊ സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആ ലക്ഷ്യത്തിലേക്ക്, അതായത് അംഗങ്ങളുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കിയാണ് സംഘം പ്രവർത്തിക്കുന്നത്. അപ്പൊ സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആ ലക്ഷ്യത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ നോക്കണം സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ. ഇവിടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ട്, വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, സഹകരണ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടല്ലേ സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്ന് നോക്കണം. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം നമ്മൾ എപ്പോഴും സഹകരണ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട്
തത്വത്തിന് എതിരാകാൻ പാടില്ല. സഹകരണ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. പിന്നെ ഇതിൽ എന്തും കൂടി ഉൾപ്പെടുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. ഓക്കെ, പിന്നെ പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡേറ്റ ഇൻ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ്. അപ്പോൾ സംഘത്തിന്റെ അക്കൗണ്ട്സുകളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ, ഇപ്പം ഒരു 100 സംഘം എടുത്താൽ ഒരു സംഘം 1-2 സംഘം മാത്രമേ ഉള്ളൂ ഇപ്പോഴും പഴയ പോലെ കണക്ക് പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുക. 99% സംഘങ്ങളും ഇന്ന് എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സിസ്റ്റം വൈസ് തന്നെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിരിക്കുന്ന സംഘങ്ങളാണ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടുള്ള സംഘങ്ങളിൽ സൊസൈറ്റീസിലെ നമ്മൾ അവർ പറയുന്നുണ്ട് സോഫ്റ്റ്വെയർ പരിശോധിക്കണം അല്ലേ. പറഞ്ഞ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സുകൾ വെരിഫൈ ചെയ്യണം. ഏതിലൂടെ? ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡാറ്റ ഇൻ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ്. കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള സംഘത്തിലെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ പരിശോധിക്കണം എന്നാണ് പറയുക. ഡേറ്റാസൊക്കെ ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളും എന്താണ് പിന്നെ പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒക്കെ ഓഡിറ്റിംഗും കൂടെ ഇതിൽ ഉൾപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാനിനി പ്രോപ്പർ ഈ നിയമം എങ്ങനെയാണ്, ഈ വകുപ്പ് എങ്ങനെയാണ് മലയാളത്തിൽ നിർവചിച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. ഒന്ന് കേട്ടിരിക്കുക. അത് കേട്ടാൽ നമുക്ക് ചിലപ്പം വട്ടുപിടിച്ചു പോകും. കാരണം അതിന് സിമ്പിളായിട്ട് ഇത് നമ്മൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് വീണ്ടും പറഞ്ഞിങ്ങനെയാണ്. സഹകരണ തത്വങ്ങൾക്കനുസൃതമായി അംഗങ്ങളുടെ സാമ്പത്തിക ക്ഷേമത്തിന് സംഘം പ്രവർത്തനം എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നറിയുന്നതിലേക്കായി ഈ വകുപ്പിന്റെ സെക്ഷന്റെ മലയാളമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്. അതായത് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള മലയാളത്തിൽ എങ്ങനെയാണെന്ന് ഇവരെ നിർവചിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് നിങ്ങൾ പഠിക്കണ്ട, ഒന്ന് മനസ്സിലാക്കുക. കേൾക്കുമ്പോൾ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഏതാ എളുപ്പമെന്ന് തോന്നുന്നത് നിങ്ങളൊന്ന് കമന്റോട് ചെയ്യണം കേട്ടോ. അപ്പോൾ സഹകരണ തത്വങ്ങൾക്ക് അനുസൃതമായി അംഗങ്ങളുടെ സാമ്പത്തിക ക്ഷേമത്തിന് സംഘം പ്രവർത്തനം എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നറിയുന്നതിലേക്കായി സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുടെയും കണക്ക് സൂക്ഷിപ്പിന്റെയും കുടിശ്ശിക വായ്പകളുടെയും വ്യാപാര ഇടപാടുകളുടെയും രേഖകളുടെയും നിശിതമായ പരിശോധനയും സംഘത്തിന്റെയും ഉപസ്ഥാപനങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളെയും അന്വേഷണവും പരിശോധനയും ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കലും അടങ്ങുന്നതാണ് സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് എന്നാണ് പ്രോപ്പറായിട്ട് ഇതിന്റെ മലയാളം, ഈ വകുപ്പിന്റെ മലയാളത്തിൽ പറയുന്നത്. തീർന്നില്ല. അക്കൗണ്ടുകൾ കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ മുഖേനയുള്ള ഒത്തുനോക്കലും ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റും ഡേറ്റ മൈഗ്രേഷനും ഇതിൽ ഉൾപ്പെടുന്നു. ഒരുപാട് പേര് നമ്മൾ ക്ലാസ് റൂം ചോദിച്ചു, സാർ ഇതിന്റെ മലയാളം എങ്ങനെയാണ്, എങ്ങനെയാണ് ഇതിന്റെ മലയാളത്തിൽ ഇതിനെ നിർവചിച്ചേക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചതാണ്. അപ്പം എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ. അപ്പൊ അതിലും സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ വായിച്ച് പഠിക്കുന്നതാണ് എളുപ്പം കേട്ടോ. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഇംഗ്ലീഷ് തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്ക്. അടുത്തത് അപ്പൊ A for അപ്പക് സംഘം, A for assisted society, AB for auditing of accounts of cooperative societies. Next we are going to discuss AC for ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘം, ആനന്ദ് പാറ്റേൺ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നോക്കാം. ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി, അതർവൈസ് നോൺ ആസ് എന്താണ് ക്ഷീരോത്പാദക സഹകരണ സംഘം, registered in or after 1st day of January 1980 and functioning as per the model bylaws of Anand Patel with the principal objectives of procurement and marketing of milk and milk products and pouring marketable surplus of milk to the RCMPU or Regional Cooperative Milk Producers Union and for providing input to the dairy farmers within the area of operation of the society. അപ്പൊ എന്താണ് AC ഫോർ ആപ്കോസ് അല്ലെങ്കിൽ ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി? വളരെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എന്താണ്? എ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, ആപ്കോസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി വരുന്നതാണ് അല്ലെ, പ്രൈമറി പ്രാഥമിക തലത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ പ്രൈമറി ലെവലിൽ വരുന്നതാണ് അല്ലെ. ആ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി മറ്റൊരു രീതിയിൽ അറിയപ്പെടുന്നുണ്ട്, അതർവൈസ് നോൺ ആസ് ക്ഷീരോത്പാദക സഹകരണ സംഘം. അപ്പൊ ആപ്കോസിന്റെ മറ്റൊരു വിളിപ്പേരാണ് ക്ഷീരോത്പാദക സഹകരണ സംഘം. എന്താണോ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നും ഇതറിയപ്പെടാറുണ്ട്. അപ്പം ആപ്കോസിന്റെ മറ്റൊരു പേര് അതർവൈസ് നോൺ ആസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ അറിയപ്പെടുന്നതാണ് ക്ഷീരോത്പാദക സഹകരണ സംഘം. അതവിടെ നിൽക്കട്ടെ.
രജിസ്റ്റേർഡ് ഇൻ ഓർ ആഫ്റ്റർ ഫസ്റ്റ് ഡേ ഓഫ് ജാനുവരി 1980. ഇത് ഒന്ന് മനസ്സിലാക്കിക്കണം, വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. എന്നാണ് ആപ്കോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു ഇത് എന്നായിരിക്കും രജിസ്റ്റർ ചെയ്തത്? ഫസ്റ്റ് ജാനുവരി 1980 അല്ലെങ്കിൽ അതിന് ശേഷമോ, അല്ലെ? രജിസ്റ്റേർഡ് ഇൻ ഓർ ആഫ്റ്റർ, അതായത് ഫസ്റ്റ്, ഇതൊന്ന് ഓർത്തണം കേട്ടോ, ഫസ്റ്റ് ജാനുവരി 1980 അല്ലെങ്കിൽ അതിനുശേഷമോ രജിസ്റ്റർ ചെയ്ത സംഘങ്ങളായിരിക്കണം ആപ്കോസ്. ആൻഡ് ഫങ്ഷനിങ് ആസ് പെർ ദ മോഡൽ ബൈലോസ് ഓഫ് ആനന്ദ് പാറ്റേൺ. ഇനി ഇവര് പ്രവർത്തിക്കുന്നത് ആനന്ദ് പാറ്റേണിന്റെ മോഡൽ ബൈലോയ്ക്ക് അനുസൃതമായിട്ടായിരിക്കണം, അല്ലെ? ആൻഡ് ഫങ്ഷനിങ് ആസ് പെർ ദ മോഡൽ ബൈലോസ് ഓഫ് ആനന്ദ് പാറ്റേൺ, ആനന്ദ് പാറ്റേണിന്റെ മോഡൽ ബൈലോയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന സംഘമായിരിക്കണം. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വിത്ത് ദ പ്രിൻസിപ്പിൾ ഒബ്ജക്ട്, അല്ലെ? ഇനി ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഒബ്ജക്ട് ഓഫ് പ്രൊക്യൂർമെന്റ്. എന്താ അർത്ഥമാക്കുക? പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരിക്കുക. പ്രൊക്യൂർമെന്റ് ആൻഡ് മാർക്കറ്റിംഗ്, വിപണനം, അതായത് സംഭരിക്കണം. എന്ത്? മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, പാലും പാലുൽപ്പന്നങ്ങളും പ്രൊക്യൂർ ചെയ്യുക, സംഭരിക്കുകയും. ആൻഡ് മാർക്കറ്റിംഗ്, അല്ലെ? മാർക്കറ്റിംഗ്, വിപണനം ചെയ്യുക. ആൻഡ് പവറിംഗ് മാർക്കറ്റബിൾ സർപ്ലസ് ഓഫ് മിൽക്ക് ടു ദ RCMPU. എന്നിട്ട് അവിടെ സർപ്ലസ് ആയിട്ട് മിച്ചം വന്ന പാല് ആരിലേക്ക് കൈമാറണം? RCMPUലേക്ക് എന്ത് ചെയ്യണം? അവിടെ സർപ്ലസ്, പവറിംഗ് മാർക്കറ്റബിൾ സർപ്ലസ് ഓഫ് മിൽക്ക് ടു ദ RCMPUയിലേക്കും. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞ ആൻഡ് ഫോർ പ്രൊവൈഡിങ് ഇൻപുട്ട് ടു ദ ഡയറി ഫാർമേഴ്സ്. അപ്പം ഇവിടെ നോക്കി, പാലും പാലുൽപ്പന്നങ്ങളും, പാലൊക്കെ സംഭരിക്കുക, അത് എന്ത് ചെയ്യുക? വിപണനം ചെയ്യുക. പിന്നെ സർപ്ലസ് ആയിട്ട് വരുന്ന ആ മിൽക്ക് ആർക്ക് കയറ്റി അയക്കണം? RCMPU എന്ന് നമ്മൾ കാണുന്നില്ലേ? എന്താണ് നമ്മുടെ നാട്ടിലെ പാൽ സംഘങ്ങളിൽ മിച്ചം വരുന്ന പാൽ അവരെന്ത് ചെയ്യും? അതായത് വരുന്നത് അവിടെ തന്നെ കുറെ പേർക്ക് കൊടുക്കും. നമ്മൾ രാവിലെ പാൽ മേടിക്കാറുണ്ട്. പിന്നെ ഈ പാൽ എന്ത് ചെയ്യും? നേരെ എങ്ങോട്ട് കയറ്റി അയക്കും? RCMPUയിലേക്ക് കയറ്റി അയക്കും, അല്ലെ? പിന്നെ പറയുന്നുണ്ട് ആൻഡ് പ്രൊവൈഡിങ് ഇൻപുട്സ് ടു ദ ഡയറി ഫാർമേഴ്സ്. ആ സംഘത്തിന്റെ പ്രവർത്തന പരിധിയിലുള്ള അവിടുത്തെ ക്ഷീര കർഷകർക്ക് എന്താണ് ഇൻപുട്സുകൾ കൊടുക്കുക, അതായത് കാലിത്തീറ്റ തുടങ്ങി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ചോദിക്കുന്ന സാധ്യതയുള്ളത് AC, ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് AC ആണെന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്ര ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ആപ്കോസ് എന്നാന്ന് മനസ്സിലായി അല്ലെ? ആപ്കോസ് നമ്മുടെ ഈ കേരളത്തിലെ ഡയറി സംഘങ്ങൾ 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. 3 ടയറാണ്. അല്ല, അപ്പെക്സ് എന്ത് വരും? KCMMF അല്ലെങ്കിൽ മിൽമ എന്ന് പറയും, അല്ലെ? അപ്പെക്സ്. പിന്നെ അതിന്റെ സെൻട്രൽ അല്ലെ മിഡിൽ ലെവലായിട്ട് ഏത് വരും? സെൻട്രൽ ലെവലായിട്ട് അവിടെയാണ് നമ്മുടെ RCMPU കേട്ടോ, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ വരിക. പിന്നെ പ്രൈമറി തലത്തിലാണ് നമ്മളിപ്പോ പഠിച്ച ആപ്കോസ്, പാൽ സൊസൈറ്റികൾ. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു തലം വരിക കേട്ടോ. 3 ടയറിലാണ് പ്രവർത്തിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ബാക്കി കാര്യങ്ങൾ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അല്ലെ? നമ്മൾ ആദ്യത്തെ ആ ഒരു ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റൻഡ് കമൻസ്മെന്റ് എന്താണ് അറിയപ്പെടുന്നത്? ഷോർട്ട് ടൈറ്റിൽ എന്താ പറഞ്ഞേ? KCS ആക്ട്, എക്സ്റ്റൻഷൻ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ആരംഭം. 15/5/1969. അത് അവിടെ കഴിഞ്ഞു. പിന്നെ A for Apex Society, A for Assisted Society, AB for Auditing of Accounts ആൻഡ് AC for ആനന്ദ് പാറ്റേൺ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വളരെ വിശദമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ, ചെറിയൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, കാണാപ്പാഠം പഠിക്കേണ്ട കേട്ടോ. അങ്ങനെയെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.